സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെ പറഞ്ഞാലും ദേവികയുടെ ജീവിതം നന്നായിട്ട് താളം തെറ്റി. അത് മറ്റാരും കാരണമല്ല, ജിൻസിയും ത്യാഗരാജനും കാരണമാണ്. ദേവിക ഫംഗ്ഷന് ലേറ്റായി വന്നതിനെ തുടർന്ന് അല്പം പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായെങ്കിലും ആ വിഷയം എല്ലാവരും അങ്ങ് വിട്ടതാണ്. അതായത് നന്ദനും സിദ്ധാർത്ഥനും പ്രഭാവതി എല്ലാവരും അതങ്ങ് പോട്ടെന്ന് വിചാരിച്ച് തള്ളിക്കളഞ്ഞ സമയത്താണ് ത്യാഗരാജനും ജിൻസിയും കൂടി ചേർന്ന് ആ വലിയ ബോംബ് പൊട്ടിച്ചത്. ത്യാഗരാജൻ കൊണ്ടുവന്ന ബോംബ് പൊട്ടിക്കാൻ പറ്റിയില്ലെങ്കിലും അതിനേക്കാളും വലിയ ബോംബല്ലേ ഇപ്പോൾ പൊട്ടിച്ചിരിക്കുന്നത്. നന്ദനെ സംബന്ധിച്ച് തെറ്റു പറയാൻ പറ്റില്ല അയാളെ. കാരണം ദേവികയാണെങ്കിൽ ഒരു കാര്യവും മറച്ചു വെക്കുന്ന ഒരു സ്വഭാവക്കാരിയല്ല. എന്ത് കണ്ടാലും എന്ത് കേട്ടാലും അന്നത്തെ ദിവസം എന്തൊക്കെ ഓഫീസിൽ നടന്നാലും എല്ലാം വന്ന് പറയുന്ന ദേവിക എന്തുകൊണ്ട് ഈ ഋഷി എന്ന് പറയുന്ന പയ്യനെ പറ്റി ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു സംശയമാണ് നന്ദൻ്റെ മനസ്സിനെ അലട്ടുന്നത്. അങ്ങനെ മറച്ചു വെക്കണമെങ്കിൽ അയാളുമായിട്ട് എന്തെങ്കിലും പ്രത്യേക ബന്ധം കാണുമോ, ദേവികയ്ക്ക് അയാളെ ഇഷ്ടമാണോ എന്നൊക്കെ ഡൗട്ട് വരുന്നുണ്ട്. ആ ഫ്രെയിം ചെയ്ത ഫോട്ടോ കണ്ടതിനപ്പുറം രാത്രി ദേവിക വന്ന് മാപ്പ് പറയുന്ന ആ സമയത്ത് ഫോണിലാണെങ്കിൽ വീണ്ടും ദേവികയും ഋഷിയും തമ്മിലുള്ള ഫോട്ടോ ആരോ സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. മിക്കവാറും ത്യാഗരാജനായിരിക്കും, അതോ ജിൻസിയാണോ എന്ന് അറിയത്തില്ല. എന്തായാലും ക്ഷമ കൊടുക്കണോ വേണ്ടിയോ എന്ന് ആലോചിച്ച് നിന്ന നന്ദൻ്റെ അരികിലേക്ക് വീണ്ടും ആ ഫോട്ടോ വന്നതോടെ ദേവികയോട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. നിൻ്റെ ലോകം ഞാനാണെന്നല്ലേ പറഞ്ഞത്, ഞാൻ നിന്നെ ഉപേക്ഷിച്ചാലും നിനക്ക് പുതിയൊരു ലോകം കിട്ടുമ്പോൾ എന്തിനാ പഴയ ലോകം എന്നൊക്കെ ചോദിച്ച് ഒരുമാതിരി കുത്തി പറയുന്നുണ്ട് നന്ദൻ. എന്താണെന്ന് മനസ്സിലാകുന്നില്ല ദേവികയ്ക്ക്. ദേവിക അറിയുന്നില്ലല്ലോ ഇങ്ങനൊരു ഫോട്ടോ ആരോ സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കണ്ടാണ് നന്ദൻ തന്നോട് ഇത്രയും ദേഷ്യപ്പെടുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ ഫോട്ടോ കാണിച്ച് ചോദ്യം ചെയ്തിരുന്നെങ്കിൽ സത്യമൊക്കെ മറന്ന് ദേവിക എല്ലാ സത്യങ്ങളും നന്ദനോട് തുറന്നു പറഞ്ഞേനെ. അരുന്ധതി മേഡത്തിൻ്റെ മകനാണെന്നും മകൻ ഇതുപോലെ വയ്യാണ്ട് കിടക്കുവാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞേനെ. പക്ഷേ നന്ദനും ആ ഫോട്ടോയൊന്നും കാണിച്ച് ചോദിക്കുന്നില്ല. പ്രഭാവതിക്കും സിദ്ധാർത്ഥനും ഒരു കാര്യം മനസ്സിലാകുന്നു, ഇവരുടെ ജീവിതത്തിലേക്ക് എന്തോ ഒരു പ്രതിസന്ധി വന്നിട്ടുണ്ട്. അവർ ചെറുതായിട്ട് താളം തെറ്റി തുടങ്ങി എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാകുന്നു. അത് മനസ്സിലാക്കി ഉടനെ ചോദ്യം ചെയ്യാൻ പോകുന്ന പ്രഭാവതിയെ സിദ്ധാർത്ഥൻ തടയുന്നു. തൽക്കാലം ഇന്ന് ചോദിക്കേണ്ട, ഇന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊച്ചപ്പാടിൽ ഈ പ്രശ്നം അങ്ങ് തീരത്തേ ഉള്ളൂ. മിക്കവാറും രണ്ടുപേരും രണ്ടായി തീരാനും അത് സാഹചര്യമാകും. അതുകൊണ്ട് നാളെ ചോദിക്കാമെന്നൊക്കെ പറഞ്ഞു വെക്കുന്നു. പിറ്റേ ദിവസം നമ്മുടെ രജനിയും ഗിരീഷ് മാഷും കൂടി നന്ദനെയും ദേവിയെയും കാണാനായിട്ട് എത്തുന്നുണ്ട്. അതായത് നന്ദൻ ഇങ്ങനൊരു ആക്സിഡൻറ്റ് പറ്റിയെന്ന് അറിഞ്ഞപ്പോഴേ രജനിക്ക് എത്രയും പെട്ടെന്ന് ചന്ദ്രോത്ത് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കിയില്ലേ. അപ്പം അമ്മയും പറഞ്ഞായിരുന്നു, ഗിരീഷ് മാഷിൻ്റെ അമ്മയും പറഞ്ഞായിരുന്നു എത്രയും പെട്ടെന്ന് രജനിയെ ചന്ദ്രോത്തേക്ക് കൊണ്ടുപോയി അവരെ ഒന്ന് കാണിച്ചു കൊടുക്കുക. അതും പ്രകാരം അവർ വരുമ്പോഴാണെങ്കിൽ വീണ്ടും നന്ദനും ദേവിയും തമ്മിൽ ഉടക്കിലാണെന്ന് പ്രഭാവതിയോ സിദ്ധാർത്ഥനോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനെ തുടർന്ന് നന്ദനെ മാറ്റി നിർത്തി എന്താ കാര്യമെന്ന് ഗിരീഷ് ചോദിച്ചറിയുമ്പോഴാണ് നന്ദൻ ആ സത്യം പറയുന്നത്. ദേവികയ്ക്ക് മറ്റേതോ ചെറുപ്പക്കാരനുമായിട്ട് ബന്ധമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് തൻ്റെ ഫോണിലേക്ക് അയച്ചു തന്ന ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. അത് കണ്ടിട്ട് വിശ്വസിക്കാനാകാതെ നിൽക്കുന്നുണ്ട് ഗിരീഷ് മാഷും. കാരണം ദേവിക അങ്ങനൊരു പെൺകുട്ടിയല്ല. ഫോട്ടോ കണ്ടിട്ട് ഇതൊരു ഫേക്കാണെന്ന് പറയാനും പറ്റുന്നില്ല. ഫോട്ടോ കാണുമ്പോൾ ഗിരീഷ് മാഷിനും ഒരു അല്പം ഡൗട്ട് തോന്നാതുമില്ല. എന്നാൽ അത് നന്ദനോട് അറിയിക്കുന്നില്ല. ഒന്നാമത് നന്ദന് ദേവികയോട് ദേഷ്യം വന്നിരിക്കുവാണ്. ഇനി ത്യാഗരാജൻ്റെ വല്ല ചതിയുടെയും ഭാഗമായിട്ടാണോ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടാകുന്നതെന്ന് ഗിരീഷ് മാഷ് നന്ദനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. ത്യാഗരാജൻ ചന്ദ്രോത്ത് തറവാട്ടിൽ ബോംബ് കൊണ്ടുവന്ന് പൊട്ടിക്കാൻ ശ്രമിച്ചിട്ട് പറ്റാഞ്ഞിട്ട് ഇനി എന്തെങ്കിലും കെണി ഒരുക്കുവാണോ? തൽക്കാലം നീ വിശ്വസിക്കേണ്ട, ഇതിന് പിന്നിലുള്ള സത്യം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ദേവികയോട് ചോദ്യം ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് വന്നെത്തിയാൽ മതി. എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കണ്ട എന്നുള്ള രൂപത്തിൽ ഉപദേശിക്കുന്നു. എന്തായാലും ഗിരീഷ് ഈ സംഭവം അറിഞ്ഞതുകൊണ്ട് ഗിരീഷ് മാഷ് അയാളുടെ വഴിക്ക് ഇതിൻ്റെ പിന്നിലെ സത്യം കണ്ടെത്തുമെന്നുള്ളത് സംശയിക്കേ വേണ്ട. കാരണം സിദ്ധാർത്ഥൻ ജയിലിൽ കിടന്നപ്പോൾ ത്യാഗരാജനും അരുന്ധതിയും എല്ലാവരും ചേർന്ന് ചന്ദ്രമതിയെ കോടതിയിൽ എത്തിക്കാതിരിക്കാനും പല കള്ളസാക്ഷിയൊക്കെ പറയാൻ ശ്രമിച്ച സമയത്ത് അതെല്ലാം പൊളിച്ചടക്കിയത് കാട്ടൂരാൻ വക്കീലും ഗിരീഷ് മാഷും കൂടി ചേർന്നാണ്. അപ്പോൾ അത്രയും കഴിവുള്ളൊരു അധ്യാപകനായതുകൊണ്ട് തന്നെ ഗിരീഷ് മാഷ് ഇടപെട്ട് അരുന്ധതിയെക്കുറിച്ചും മകനെക്കുറിച്ചും അവരുടെ പിന്നിലെ ആ ഒരു പകയെക്കുറിച്ചുമൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതേസമയം ജിൻസിയോട് ഭയങ്കര സ്നേഹം തോന്നുന്നുണ്ട് ത്യാഗരാജന്. നിൻ്റെ കയ്യിലൊരു ബോംബുണ്ട്, അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ചന്ദ്രോത്ത് തറവാട് തകരുമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല. ഈ ബോംബ് മതി ചന്ദ്രോത്ത് തറവാട് ചിന്ന ഭിന്നമായി മാറാൻ, അരുന്ധതി മേഡത്തിന് നമ്മളോട് വിലയും നിലയൊക്കെ വരാനും, സർവനാശം ഗ്യാരണ്ടി ആണെന്നൊക്കെ പറയുമ്പം ജിൻസി പറയുന്നുണ്ട്, ക്യാഷിനെ പറ്റി മറക്കരുത്, നീ പറഞ്ഞ 1 ലക്ഷം അല്ല, അവരെല്ലാവരും ചിന്ന ഭിന്നമായി തീരുവാണെന്നുണ്ടെങ്കിൽ അതിനധികം പൈസ നിനക്ക് തന്നിരിക്കും എന്ന് ത്യാഗരാജനും വാക്ക് കൊടുക്കുന്നുണ്ട്. അരുന്ധതിയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന ഇലക്ഷന് ആരെയാണ് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുന്നത് എന്നറിയാൻ
പാർട്ടി മെമ്പറെ വിളിക്കുന്നുണ്ട്. മുമ്പേ അരുന്ധതി ഒരു സൂചന കൊടുത്തിട്ടുണ്ട്. പൈസയുടെ കാര്യത്തിൽ മാത്രമല്ല പല നേട്ടങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് സിദ്ധാർത്ഥനെ ഇലക്ഷന് സ്ഥാനാർത്ഥിയായിട്ട് നിർത്താതിരുന്നാൽ മാത്രമേ തൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സഹായ സഹകരണങ്ങൾ കിട്ടൂ എന്നൊരു ഭീഷണി പറഞ്ഞുവെങ്കിലും പാർട്ടിയിലെ കൂടുതൽ അംഗങ്ങളുടെ താല്പര്യത്തിനെ അടിസ്ഥാനമാക്കി സിദ്ധാർത്ഥനെ തന്നെ ഇലക്ഷന് നിർത്താൻ പോകുന്നു എന്നുള്ള തീരുമാനം അറിയിക്കുന്നു പാർട്ടി മെമ്പർ. അത് അരുന്ധതിക്ക് താങ്ങാൻ പറ്റുന്നില്ല. തൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റും. സിദ്ധാർത്ഥൻ ഒരു MLA ആയി തീർന്നു കഴിഞ്ഞാൽ, മന്ത്രിയായി കഴിഞ്ഞാൽ തൻ്റെ പ്രതീക്ഷകളെല്ലാം താളം തെറ്റും. അതുകൊണ്ടൊക്കെ തന്നെ ഇലക്ഷന് സിദ്ധാർത്ഥനെ നിർത്താതിരിക്കാൻ വേണ്ടിയിട്ട് അരുന്ധതിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം അവരിനി ചെയ്യുന്നതായിരിക്കും കാണിക്കുന്നത്. ദേവികയും നന്ദനും ഉടക്കി തുടങ്ങി എന്നുള്ള കാര്യം അരുന്ധതി വളരെ വൈകിയായിരിക്കും അറിയാൻ പോകുന്നത്. അതോടെ അരുന്ധതി ഇതിനൊന്നും കൂട്ടു നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇത്രയും ചീപ്പായിട്ടുള്ള കളിയൊന്നും കളിക്കാൻ താല്പര്യമില്ല. അവർക്ക് ജോലി കൊടുത്തത് മറ്റ് ചില ഉദ്ദേശങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ്. അതൊന്നും പ്രയോഗിക്കാൻ സമയമായിട്ടുമില്ല. അപ്പോൾ കാത്തിരിക്കാം.